പരിശുദ്ധാത്മാവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം കർത്താവേ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം. എന്റെ പേര് സെലിൻ ബേബി എന്നാണ്. ഞാൻ ബോംബെയിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ വരാനുള്ള കാരണം, എന്റെ ഭർത്താവ് താജ് ഹോട്ടലിലാണ് ജോലി ചെയ്യുന്നത്. ബോംബെയിൽ താജ് ഹോട്ടലിൽ ജോലി ചെയ്ത സമയത്ത് ഒത്തിരി നാളുകൾ കൊണ്ട് വിചാരിച്ചു വെളിയിൽ എവിടെങ്കിലും പോകാമെന്ന്. അങ്ങനെ വിചാരിച്ച് സൗദിയിലൊരു വേക്കൻസി കിട്ടി. ഇതിനെക്കാട്ടിലും കൂടുതൽ സാലറി കിട്ടുമെന്ന് വിചാരിച്ച് പുള്ളി അവിടേക്ക് പോയി. അവിടെ ചെന്ന് വളരെയേറെ കഷ്ടപ്പെട്ട്, ഇതിനെക്കാട്ടിലും സാലറിയും കുറവായിരുന്നു. ആ സമയം പുള്ളി ജോലി ചെയ്ത സമയത്ത് റൂമിൽ നിന്ന് ഹോട്ടലിലേക്ക് പോയ സമയത്ത് അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടാകുകയും ആ ബിൽഡിംഗ്, അവർ താമസിച്ച റൂം മൊത്തം കത്തുകയും ഉള്ള സാധനങ്ങളെല്ലാം കത്തിക്കരിഞ്ഞു പോവുകയും ചെയ്തു. അങ്ങനെ ഒത്തിരി നാശനഷ്ടമുണ്ടായി. സമ്പാദിച്ചതെല്ലാം അവിടെ നിന്ന് നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരികയാണ് ചെയ്തത്. എന്റെ കർത്താവേ സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. കർത്താവേ, ഞങ്ങൾ ആ ദാസൻ ഒത്തിരി ഭാരപ്പെട്ട് കർത്താവേ ജോലിയില്ലാതെ കേരളത്തിലേക്ക് വരികയും 1.5 വർഷത്തോളം ആ മകൻ വളരെ ഭാരത്താൽ പ്രയാസപ്പെട്ട് കഴിഞ്ഞ് ജോലിയില്ലാത്ത അവസ്ഥയിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ജീവിക്കാൻ പോലും ഇല്ലാത്ത ഒരു അവസ്ഥയായി. ആഹാരം കഴിക്കാൻ പോലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായി. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. ദൈവമേ, ഞങ്ങൾ ആ സമയത്ത് എന്റെ ഭർത്താവ് ഒരു പേപ്പർ കണ്ട്, പേപ്പറിൽ ഒരു വേക്കൻസി കണ്ടു. കുമളിയിൽ ഇന്നതുപോലെ ഇന്ന ഒരു ഹോട്ടലിൽ ജോലി കിട്ടും, അവിടെ ചെന്നാൽ നല്ല ഒരു സാലറിയൊക്കെ കിട്ടുമല്ലോ. അങ്ങനെ എന്നെ എൻ്റെ മക്കളെയും നാട്ടിൽ താമസിപ്പിച്ചു, ഒരു വാടക വീട്ടിൽ. അങ്ങനെ എന്റെ ഭർത്താവ് കുമളി എന്ന സ്ഥലത്തിലേക്ക് വരികയും അവിടെ ഒരു റെസ്റ്റോറന്റിൽ ജോലി കിട്ടുകയും ചെയ്തു. ആ സമയത്ത് ആ മകൻ ഒരു കൂട്ടുകാരൻ ലഭിച്ചു. ആ മകനിലൂടെയാണ് ഈ ധ്യാനകേന്ദ്രവുമായി പരിചയപ്പെടുകയും ബ്രദറുമായി ഞങ്ങൾ കണ്ടു പരിചയപ്പെടുവാനും സാധിച്ചത്. അങ്ങനെ എന്റെ ഭർത്താവ് ഈ ധ്യാനകേന്ദ്രത്തിലേക്ക് വരികയും ബ്രദറിന്റെ കൂടെ ഇവിടെ ഒരു ദിവസം പ്രാർത്ഥിച്ച് ഈ ധ്യാനകേന്ദ്രത്തിൽ പ്രാർത്ഥന കൂടി. അപ്പോൾ ബ്രദർ പറഞ്ഞു, ഒന്നും കൊണ്ടും ഭാരപ്പെടണ്ട, ബേബിച്ചേട്ടൻ ഭാര്യയും മക്കളുമായിട്ട് ഈ ധ്യാനകേന്ദ്രത്തിലേക്ക് വന്ന് ഒരു ധ്യാനം കൂടുക, അപ്പോൾ നിങ്ങളുടെ പ്രയാസങ്ങളും ഭാരങ്ങളും എല്ലാം മാറിക്കിട്ടും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം കർത്താവേ. ദൈവമേ, അങ്ങനെ ഞങ്ങൾ കുടുംബസമേതം, ഞാനും എന്റെ കുടുംബങ്ങളും ഈ ധ്യാനകേന്ദ്രത്തിലേക്ക് വരികയും ദൈവത്തെ അറിയുവാനും, ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ, ഞങ്ങൾക്ക് ഇവിടെ വന്ന് അനേകം കാര്യങ്ങൾ സാധിക്കുവാൻ സാധിച്ചു കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം കർത്താവേ. അങ്ങനെ ഞാനും എന്റെ കുടുംബം ഈ ധ്യാനകേന്ദ്രത്തിൽ വന്നു. 2001 ഞങ്ങൾ ഇവിടെ വന്നത്. അന്ന് തൊട്ട് ഞങ്ങൾ ഈ ധ്യാനകേന്ദ്രവുമായി പരിചയപ്പെടുകയും ബ്രദറുമായി എന്നും ഫോൺ വിളിക്കുകയും ബ്രദറുമായി സംസാരിക്കുകയും ഞങ്ങളുടെ കുടുംബത്തിലെ എന്തിനൊരു അവസ്ഥ വന്നാൽ ഞങ്ങൾ ഒരു പുതിയ കാര്യങ്ങൾ ചെയ്യാനായാലും ഞങ്ങൾ ബ്രദറിനെ വിളിക്കുകയും ബ്രദറുമായിട്ട് സംസാരിച്ചതിന് ശേഷമേ ഞങ്ങൾ അത് ചെയ്യുകയുള്ളൂ. അങ്ങനെ ഇരിക്കെ ഞങ്ങളിങ്ങനെ കഴിഞ്ഞു കൂടുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഭർത്താവിന് നല്ലൊരു ജോലിയൊക്കെ ആയി. അങ്ങനെ ഇരിക്കുമ്പോൾ കുമളിയിൽ തന്നെയാണ് ജോലി കിട്ടിയത്. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ഭർത്താവ് ഈ റെസ്റ്റോറൻറ്റിലെ ജോലി കൊണ്ട് ഞങ്ങൾ എങ്ങനെ കുടുംബജീവിതം നയിക്കും, എങ്ങനെയെങ്കിലും ഞങ്ങൾ അപ്പോൾ പ്രാർത്ഥിച്ച്, ബ്രദർ പറഞ്ഞു പ്രാർത്ഥിക്കുക. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഇവിടെ വന്നതിന് ശേഷമാണ് പ്രാർത്ഥനയിൽ കർത്താവെ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മകൻ, ബേബി ജോൺ വരിക, നിനക്കൊരു വേക്കൻസി ശരിയായി മാൽദ്വീപിലേക്ക്. അങ്ങനെ ഞങ്ങൾക്ക് കയ്യിൽ 5 പൈസ ഇല്ല. ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് വളരെ ഭാരപ്പെട്ടു. അപ്പോൾ എന്റെ സ്വർണമുണ്ടായതെല്ലാം പണയം വെച്ചു. കയ്യിൽ 5 പൈസ ഇല്ല. നിസ്സാരം കയ്യിലൊരു മിന്നുമാല മാത്രമേ ഉള്ളൂ എന്റെ കഴുത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ ഭർത്താവിനോട്, ഒന്നും കൊണ്ടും ഭാരപ്പെടേണ്ട, നിങ്ങൾ ഈ മിന്നുമാല കൊണ്ടുപോയി പണയം വെച്ച് മാൽദ്വീപ്സിലേക്ക് പോകുക. കമ്പനി കയ്യിലും 5 പൈസ ഇല്ല. അപ്പോൾ ഈ പൈസ ഞങ്ങൾക്ക് ചെലവിന് പോലുമില്ല. പകുതി പൈസ ഞങ്ങൾക്ക് തന്നിട്ട് ബാക്കി പൈസയുമായി മാൽദ്വീപ്സിലേക്ക് പോയി. കമ്പനിയാണ് ചെലവ് ചെയ്തത്. അങ്ങനെ മാൽദ്വീപ്സിൽ പോയി
ഞങ്ങൾ വളരെ ഭാരപ്പെട്ടാണ് കർത്താവേ. ഹല്ലേലൂയ. എൻ്റെ യേശുവേ നന്ദി കർത്താവ്. ഇതെല്ലാം കർത്താവെ, ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇത്രയും അനുഗ്രഹം കിട്ടിയത്. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഭവനമില്ലായിരുന്നു. ഞങ്ങൾ വാടക കൊടുത്താണ് താമസിച്ചത്. കർത്താവെ, ഞങ്ങൾക്കൊരു ഭവനം തരുവാനെങ്കിൽ അത് ബ്രദർ വന്ന് ചൊല്ലി, ബ്രദർ പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ താമസിക്കുകയുള്ളൂ എന്ന്. അങ്ങനെ തന്നെ കർത്താവ് എനിക്കൊരു ഭവനം തന്നു. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. ദൈവമേ, ബ്രദർ വന്നാണ് ഞങ്ങൾക്ക് ആ ഭവനം കണ്ടുപിടിച്ചത്. ബ്രദർ വന്ന് പ്രാർത്ഥിച്ച് എപ്പോഴും ഒരു വർഷത്തിൽ 6-7 പ്രാവശ്യം ബ്രദറെ ബോംബെയിൽ വരികയും അവിടെ ഒരു ചെറിയ ഒരു കൂട്ടായ്മ ഞാൻ അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അനേകം ആൾക്കാരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കർത്താവേ, യേശുവേ നന്ദി. ഹല്ലേലൂയ കർത്താവേ. എന്റെ ദൈവമേ, എനിക്ക് 1.5 വർഷമായി എനിക്ക് നട്ടെല്ലിന് അകൽച്ചയായിട്ടിരിക്കുകയായിരുന്നു. പല ഹോസ്പിറ്റലുകളിലും കാണിച്ച് എനിക്ക് എൻ്റെ അസുഖങ്ങൾ മാറുന്നില്ല. എൻ്റെ കർത്താവ് ദൈവമേ, ഞാൻ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവമേ എൻ്റെ ഈ അസുഖം എന്താണ് മാറാത്തത്? അപ്പോഴല്ലേ എനിക്ക് നടക്കാനോ കുനിയാനോ ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിലായി ഞാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്ത് ചെയ്യണം കർത്താവേ? അപ്പോൾ ഞാൻ ബ്രദറിനെ വിളിച്ചു, ബ്രദറെ, എൻ്റെ നട്ടെല്ലിന് തീരെ വയ്യ, എനിക്ക് അനങ്ങാനോ ഒരു ജോലി ചെയ്യാനോ സാധിക്കുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം ബ്രദറെ? അപ്പോൾ ബ്രദർ പറഞ്ഞു, ഹോസ്പിറ്റലിൽ പോയി ഒന്ന് കാണിക്കുക. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു നട്ടെല്ലിന് അകൽച്ചയാണെന്ന് പറഞ്ഞു. അപ്പോൾ മരുന്നുകളൊക്കെ എനിക്ക് തന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഡോക്ടർ എന്നോട് പറഞ്ഞു 1 മാസത്തോളം ഹോസ്പിറ്റലിൽ കിടക്കണം. എന്താണെന്ന് ചോദിച്ചാൽ എക്സ്റേ എടുത്തതിന് ശേഷം എൻ്റെ ബാക്കിൽ ലേസർ രശ്മി കടത്തണമെന്ന് പറഞ്ഞു. കർത്താവ് എനിക്ക് പൂർണ്ണമായി സൗഖ്യം തരുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ബ്രദറിനെ വിളിച്ചു, ബ്രദറെ, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, കർത്താവ് എനിക്ക് പൂർണ്ണമായി സൗഖ്യം തരും. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. ദൈവമേ, മരുന്നുകളെല്ലാം മേടിച്ചു. അപ്പോൾ ബ്രദർ പറഞ്ഞു, ഞാൻ മരുന്ന് കഴിച്ചില്ല, കർത്താവ് എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. ഈ 2-3 മാസം ആയി ബ്രദർ ബോംബെയിൽ വന്നു. അവിടെ ഒരു ചെറിയ കൂട്ടായ്മയൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. അവിടെ പ്രാർത്ഥനയും ബ്രദറും ജോയി എന്ന സഹോദരനുമായിട്ടാണ് ബ്രദർ അവിടെ വന്നത്. അപ്പോൾ ബ്രദർ വന്ന സമയത്ത് എനിക്ക് ഒന്ന് നടക്കാൻ പോലും വയ്യ. കാലിൽ സർഫിന്റെ അലർജിയാണ്, എനിക്ക് കാലെല്ലാം പൊട്ടി. അപ്പൊ ഞാൻ വാതിൽ തുറക്കാൻ പോലും എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ വിചാരിച്ചു, എന്ത് ചെയ്യും ഞാൻ അവിടെ? ബ്രദറിനെ ഒന്ന് സ്വീകരിക്കാൻ പോലും എനിക്ക് വയ്യാത്ത അവസ്ഥയാണല്ലോ കർത്താവേ, ഞാൻ എങ്ങനെയാണ് ആ കതകൊന്ന് തുറക്കാൻ പോകുന്നത്? കാല് ഞൊണ്ടി ഞാൻ കതക് തുറന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, കർത്താവേ, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, ഒരു നേരത്തെ ആഹാരം പോലും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ലല്ലോ, എന്റെ കാലൊന്ന് നേരെ ഒന്ന് കുത്താൻ പറ്റുന്നില്ലല്ലോ. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. ഞാൻ അപ്പോൾ വിചാരിച്ചു, ദൈവമേ, എൻ്റെ കർത്താവ്, എൻ്റെ കാലിന് എന്താണ് ഇത്രയും അസുഖം? അപ്പോൾ ബ്രദർ വന്നിരുന്നു, എൻ്റെ മകനും ഉണ്ട്. ഞാനും മകനും കൂടെ കിച്ചണിൽ ജോലി ചെയ്തു. അങ്ങനെ നിന്നപ്പോൾ ഞാൻ ബ്രദറിനോട് പറഞ്ഞു, ബ്രദറെ, എൻ്റെ കാലില് നിലത്ത് താഴോട്ട് കുത്താൻ വയ്യ. ബ്രദർ ചോദിച്ചു, എന്താ ചേച്ചി ഇങ്ങനെ നിൽക്കുന്നത്? ഞാനപ്പോൾ പറഞ്ഞു, ബ്രദറെ, എൻ്റെ കാല് നിലത്ത് കുത്താൻ വയ്യ, സർഫിന്റെ അലർജിയാണ്, കാലെല്ലാം പൊട്ടിയിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ബ്രദർ പറഞ്ഞു, കുറച്ചിന്ന് ഇങ്ങനെ ബ്രദർ എന്നെ നോക്കി. അപ്പം പറഞ്ഞു, സ്വല്പം ഓയിൽമെന്റ് വല്ലതും പറട്ടോ ചേച്ചി. അത് കഴിഞ്ഞ് ബ്രദർ പറഞ്ഞു, എന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു ഇഞ്ചക്ഷൻ എടുക്ക്. അപ്പം ഞാൻ പറഞ്ഞു ബ്രദറിനോട്, ബ്രദറെ, ഇഞ്ചക്ഷൻ ഒന്നും എനിക്ക് ആവശ്യമില്ല, ബ്രദർ ഒന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെ ഈ രോഗം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവേ. ആ മകൻ ഒന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ കാലിന് പരിപൂർണ സൗഖ്യം കർത്താവ് എനിക്ക് തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം യേശുവേ, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. എന്നെ കർത്താവേ, ആ ഭവനത്തിൽ പ്രാർത്ഥന ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ട്. എനിക്ക് അനേകം ആൾക്കാരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനുള്ള കൃപ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. അന്യഭാഷ സംസാരിക്കാനുള്ള കഴിവ് കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവേ. ദൈവമേ, സ്തോത്രം കർത്താവേ. പേര് ചൊല്ലി അനേകം ആൾക്കാർക്ക് വചനങ്ങൾ എടുത്തു കൊടുക്കുവാനുള്ള കൃപ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം കർത്താവേ. എന്റെ ദൈവമേ, എന്റെ യേശുവേ, എന്റെ ജീവിത അന്ത്യം വരെ ഞാൻ യഹോവയ്ക്കായി ജീവിക്കാൻ ഞാൻ സാധ്യമാണ് കർത്താവേ. എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സ്തോത്രം കർത്താവേ. എന്ത് സഹനവും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് എന്റെ യേശുവാണ് എനിക്ക് വലുത്. ഞാൻ 1-ാം സ്ഥാനം എന്റെ യേശുവിന് കൊടുക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 സ്തോത്രം കർത്താവേ. ഞാനും എന്റെ കുടുംബവും ഏതൊരു കാര്യത്തിനും
ബ്രദറിനോട് ചോദിച്ചതിന് ശേഷമേ എന്തും ചെയ്യാൻ ഞങ്ങൾ ഒരുങ്ങുകയുള്ളൂ. യേശുവേ നന്ദി. ഞങ്ങളുടെ ഭവനത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകണം. ദൈവത്തെ അറിഞ്ഞ നാൾ മുതൽ ഞങ്ങളുടെ ഭവനത്തിൽ സന്തോഷവും സമാധാനമുണ്ട് കർത്താവേ. അതുപോലെ തന്നെ ഞാൻ ഈ 2001 തൊട്ടാണ് ഇവിടെ വന്നതെങ്കിലും എല്ലാ മാസവും ഞാൻ ദശാംശം കൊടുക്കാറുണ്ട്. ഞാൻ 2-3 മാസം എനിക്ക് ബുദ്ധിമുട്ട് വന്ന് ഞാൻ ദശാംശം കൊടുക്കാതെയായി. അങ്ങനെ ദശാംശം മാറ്റിവെച്ചത് ഞാൻ കൊടുക്കാതിരുന്നപ്പോൾ എനിക്ക് വളരെയധികം പ്രയാസങ്ങൾ കൂടിക്കൂടി വരികയല്ലാതെ കുറയുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, കർത്താവേ ദശാംശം കൊടുക്കാത്ത. അപ്പോൾ ഞാൻ ബ്രദറിനെ വിളിച്ചു പറഞ്ഞു, ബ്രദറെ ഞാൻ ദശാംശം തന്നില്ല, അടുത്ത മാസം ഞാൻ തരാം. അപ്പോൾ ബ്രദർ പറഞ്ഞത് അടുത്ത മാസം മതി. ബ്രദറിന് അതേ പറയാൻ പറ്റത്തുള്ളൂ. കർത്താവിനുള്ള ദശാംശം കർത്താവിന് കൊടുത്തിരിക്കണം. നിങ്ങൾ എല്ലാവരും ദശാംശം കർത്താവിന് മാറ്റിവെക്കുക. നിങ്ങളുടെ കുടുംബത്തിന് സന്തോഷവും സമാധാനവും ഉണ്ടാകും. അതാണ് യേശുവിനെ അറിഞ്ഞ നാൾ മുതൽ കർത്താവ് എനിക്ക് വളരെയധികം ഉയർച്ചകളാണ് തന്നിരിക്കുന്നത് എൻ്റെ ഭവനത്തിന്. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് കർത്താവെ നിങ്ങളെല്ലാവരുടെയും ഭവനത്തിൽ സന്തോഷവും സമാധാനവും ഉയർച്ചയും ഉണ്ടായിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പിതാവേ നന്ദി, പിതാവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ.